ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇമോജി മല്ലു മൂവി റിവ്യൂ. വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ മലയാളം വെർഷനാണ് ഞാൻ കണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു തെലുങ്ക് സിനിമയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കാത്ത മേക്കിംഗ് ഉള്ളൊരു സിനിമയാണ് ലക്കി ഭാസ്കർ. സ്റ്റോക്ക് മാർക്കറ്റിംഗ്, മണി ലോണ്ടറിംഗ് എന്നിവയെ പശ്ചാത്തലമാക്കി ഒരുക്കിയ ഈ സിനിമ സ്ഥിരം സ്കാം സിനിമകളുടെ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയുടെ തിരക്കഥയുടെ ബ്രില്യൻസ് കൊണ്ടും ദുൽഖർ സൽമാന്റെ കിടിലൻ പെർഫോമൻസ് കൊണ്ടും ലക്കി ഭാസ്കർ ഒരു വാച്ചബിൾ അനുഭവമാവുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് മാനാണ് ഭാസ്കർ. ബാങ്ക് കാഷ്യർ കൂടിയായ ഭാസ്കർ തന്റെ ബുദ്ധി ഉപയോഗിച്ച് ബാങ്കിൽ ചില തിരിമറികൾ നടത്തുന്നതും അതുമൂലം ഭാസ്കറിന്റെ ജീവിതം തന്നെ മാറിമറിയുന്നതും പിന്നീടുണ്ടാവുന്ന പ്രശ്നങ്ങളുമാണ് ലക്കി ഭാസ്കർ എന്ന ഈ സിനിമ പറയുന്നത്. എല്ലാത്തരം പ്രേക്ഷകർക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെയാണ് സംവിധായകൻ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നായകൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടും തകർച്ചയും പിന്നീടുണ്ടാകുന്ന ഉയർച്ചയുമെല്ലാം തിയേറ്ററിൽ കൈയടിച്ച് ആസ്വദിക്കാൻ തന്നെയുണ്ട്. പെർഫോമൻസിലേക്ക് വന്നാൽ ഭാസ്കർ എന്ന കഥാപാത്രമായി ദുൽഖർ സൽമാന്റെ നല്ല എനർജറ്റിക് പെർഫോമൻസ് തന്നെയായിരുന്നു. ദുൽഖറിന്റെ സ്ക്രീൻ പ്രസൻസും ആ ചാമുമെല്ലാം നല്ല രീതിയിൽ തന്നെ സംവിധായകൻ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നായികയായി വരുന്ന മീനാക്ഷി ചൗധരിയുടെ പെർഫോമൻസും കൊള്ളാമായിരുന്നു. സിനിമയിലെ തെലുങ്ക് നടന്മാരുടെ പെർഫോമൻസ് കുറച്ച് ഓവറായിരുന്നെങ്കിലും സൈക്കബിൾ ആയിരുന്നു. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ബൈ വെങ്കി അട്ലൂരി. സിനിമയുടെ ബ്രില്യൻ സ്ക്രീൻ പ്ലേയും അടിപൊളി മേക്കിങ്ങും തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ്. ജി പ്രകാശ് കുമാറിന്റെ മ്യൂസിക്കും BGM-മാണ് ഈ സിനിമയുടെ മറ്റൊരു അട്രാക്ഷൻ. ഓരോ ഇൻട്രസ്റ്റിംഗ് സീനിനും BGM കൊടുക്കുന്ന ഇമ്പാക്ട് വേറെ ലെവലായിരുന്നു. നിമിഷ് രവിയുടെ ക്യാമറ വർക്കും നവീൻ നൂലിയുടെ എഡിറ്റിങ്ങും സിനിമയുടെ പോസിറ്റീവായിട്ട് തന്നെ പറയാവുന്നതാണ്. ക്യാമ്പ് ബേസ് ചെയ്തു വരുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങളെ തിയേറ്ററിൽ രസിപ്പിക്കും. കൂടാതെ ബോണസായിട്ട് DQവിൻ്റെ നല്ല കിടിലൻ പെർഫോമൻസ്. പക്ഷേ എനിക്ക് ഈ സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് അനുഭവപ്പെട്ടത്. ഇമോജി മല്ലു റേറ്റിംഗ് ഫോർ ദിസ് മൂവി 2.5 ഔട്ട് ഓഫ് 5. ഇത് ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.